ട്രയാങ്കിൾ. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ്, അവർ വർഷങ്ങളായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷേ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ പോലും എക്സാം വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ട്രയാങ്കിൾ ഫോളോ ചെയ്യുന്നുണ്ട്. ട്രയാങ്കിൾ അപ്രോച്ച് വളരെ സിമ്പിളാണ്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇപ്പം സിവിൽ സർവീസസ് എക്സാംസ് എടുക്കുക. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 11 ലക്ഷം ആൾക്കാരാണ് അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നത്. കേരള PSCയുടെ എക്സാംസ് എടുക്കുക, ലക്ഷക്കണക്കിന് ആൾക്കാർ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കോമ്പറ്റീഷൻ അവർക്കിടയിലാണെന്നുള്ളത്. അത് തെറ്റാണ്. ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ മാത്രമാണ് കോമ്പറ്റീഷൻ. ഫോർ എക്സാമ്പിൾ, സിവിൽ സർവീസസ് എക്സാം 11 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നെങ്കിലും യഥാർത്ഥ കോമ്പറ്റീഷൻ ഒരു 60,000-70,000 ആൾക്കാർക്കിടയിൽ മാത്രമേ ഉള്ളൂ. ബിക്കോസ് അവർ മാത്രമാണ് ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത